ഹലോ വെൽക്കം ടു നല്ല നേരം എയ്യോ. ഞാൻ ഇന്ന് കുറച്ച് റിയലൈസേഷൻ ഹിറ്റ്സാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ, ഇതിപ്പോൾ ഞാനിവിടെ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്കാണെങ്കിൽ ആക്ച്വലി ഒന്നും ചെയ്യാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നതുള്ളൂ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. എൻ്റെ അമ്മയെ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന അടൂരായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അടൂർ വരെ പോകണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറിന് മുകളിലെടുക്കും ബസ്. സോ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ബസ് കിട്ടിക്കോണമെന്നില്ലല്ലോ. അത് കാരണം അതിനൊക്കെ കണക്കാക്കി നേരത്തെയൊക്കെ ഇറങ്ങി ഒരു രാവിലെ 7:30 ആകുമ്പോൾ അമ്മ ഇറങ്ങും, വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അമ്മ വരും. പക്ഷേ ഈ രാവിലെ 7 മണിക്ക് മുന്നേ ഇറങ്ങുന്ന അമ്മ അപ്പയ്ക്കും എനിക്കും ലിനറ്റിനും വേറെ വേറെ ഫുഡ് ഉണ്ടാക്കി വെക്കും. ഞങ്ങൾക്ക് പലപ്പോഴും ഒരു ഫുഡ് ആയിരിക്കണമെന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡായിരിക്കും അമ്മ എപ്പോഴും ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ അമ്മയുടെ ജോലി കായംകുളത്തേക്ക് മാറി. അപ്പോൾ ആണെങ്കിലും ശരി, അമ്മയാണെങ്കിൽ രാവിലെ ഒരു 8 മണിയൊക്കെ 8:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. പക്ഷേ ചില ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് അമ്മ വരുമെങ്കിലും ഞങ്ങൾക്ക് ബേക്കറി ഉള്ള കാരണം പലപ്പോഴും 10 മണിക്കാണ് ബേക്കറി അടയ്ക്കുന്നത്. അതുവരെ അവിടെ നിന്നിട്ട് പപ്പയുടെ കൂടെ അമ്മ വരുന്നത്. അങ്ങനെ രാവിലെ 8:30 ഇറങ്ങി വൈകിട്ട് 10 മണിക്ക് വീട്ടിൽ കയറുന്ന അമ്മ എന്തായാലും രാത്രി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ രാവിലെ ഞാനൊക്കെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 8:45 ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എൻ്റെയൊക്കെ ലഞ്ച് ലേറ്റിൻ്റെ ലഞ്ച് ഈ പറഞ്ഞിട്ട് അന്നോരോ അമ്മ ഒരേ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അവിടെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും അമ്മ ജോലിക്ക് പോയിട്ടുണ്ടാവുക. അമ്മയൊക്കെ എന്ത് മാജിക്കാണാവോ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ദിവസവും ഓർക്കാറുണ്ട് കിച്ചണിൽ കയറുമ്പോൾ. ഈ പ്രത്യേകിച്ച് പപ്പയാണെങ്കിൽ രാവിലെ വെളുപ്പിനെ ഒരു 5-6 മണിയാകുമ്പോൾ തന്നെ കടയിൽ പോയി വൈകിട്ട് 10 മണിക്ക് വരുന്ന ആളായതുകൊണ്ട് ഇവിടെ എന്നെ റോണത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ആരും ഇല്ല അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ. ലൈക്ക് അമ്മച്ചിയുണ്ട് സ്റ്റിൽ, എന്നാലും അമ്മയാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അമ്മയൊക്കെ എന്ത് മജിക്കാണാവോ ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് നമുക്ക് അന്നേരം ഇതൊന്നും മനസ്സിലാവത്തില്ല. നമ്മളപ്പോൾ പലപ്പോഴും ഞാനൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിയില്ലെങ്കിൽ. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ സത്യത്തിൽ അമ്മ സോറി അമ്മ, ലൈക്ക് അത് പറയണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര മോശമായിപ്പോൾ. അപ്പോൾ നമ്മളെല്ലാവരും അഡൽഹുഡിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെയൊക്കെ റിയലൈസേഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾ ഇതുപോയിട്ട് നിങ്ങളുടെ അപ്പയോടും അമ്മയോടൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ.